നമ്മൾ കാണുന്നത് തീപിടുത്തത്തിന്റെ ദൃശ്യമാണ്. വലിയ കെട്ടിടമാണ്. ഏറ്റവും മുകളിൽ സി ബ്ലോക്കിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. മുകളിലത്തെ നിലയിലേക്കാണ് വലിയ തോതിൽ തീ പിടിക്കുന്നതും പുക ഉയരുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അഗ്നിശമന സേന അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഇത്രയും വലിയൊരു കെട്ടിടമാണ്. ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രത്തോളം വലിയ തീപിടുത്തമാണ്. പുതിയ ബ്ലോക്കാണ്. ഈ തീപിടുത്തം ഉണ്ടായ നിലയിൽ രോഗികളില്ല എന്നുള്ളതാണ്. അത് പക്ഷേ പ്രവർത്തനം നടക്കുന്നുണ്ട് ആ ഒരു കെട്ടിടത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റ് ജീവനക്കാരെയും രോഗികളെയൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു വശത്ത് അങ്ങനെയും നടപടികളൊക്കെ പോകുന്നുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 9ാം നിലയ്ക്ക് മുകളിലായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. വലിയ പുകയുണ്ട് അവിടെ. അപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത്രത്തോളം ആശങ്കപ്പെടുന്ന തരത്തിലാണ് ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പുതിയ ബ്ലോക്കാണ്. അവിടെ കെട്ടിടത്തിൽ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഈ തീപിടുത്തമുണ്ടായ AC പ്ലാന്റുകളുള്ള സി ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായത്. ആ ഒരു നിലയിലായിട്ട് രോഗികളില്ല എന്നുള്ളതാണ്. ആ ഒരു ബ്ലോക്കിൽ രോഗികളില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റ് നിലകളിലൊക്കെ തന്നെയും രോഗികളുണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാരെയൊക്കെ മാറ്റണം. കാരണം കനത്ത പുകയാണ്. നിയന്ത്രണ വിധേയമാണ് എന്ന് മാനേജ്മെൻറ്റ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ ഫയർഫോഴ്സ് തുടരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷഹീദ്, അവിടെ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളോ ആരെങ്കിലും അല്ലെങ്കിൽ പോലീസ്, ഫയർഫോഴ്സ് അങ്ങനെയുള്ള ആരുടെങ്കിലും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിയന്ത്രണ വിധേയമാണ് എന്ന് മാനേജ്മെൻറ്റ് അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണോ കാര്യങ്ങൾ? എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടത്? പക്ഷെ അല്പസമയം മുമ്പാണ്, ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പാണ് അവിടെ തീ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നൊക്കെ നമുക്കിനി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ AC പ്ലാന്റ് ആണ് ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാരണങ്ങളോ ആണോ എന്നുള്ള കാര്യമൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് തീ, ഏറ്റവും മുകൾ നിലയിലാണ് തീ ഉത്ഭവിച്ചത്. അവിടെ നിന്നാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും അത് കൂടുതൽ ഭാഗത്തേക്ക് പടരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം താഴെ നിലയിലൊക്കെ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ കൂടി താഴ്ഭാഗത്തേക്ക് തീ പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ മുമ്പിലുള്ളൊരു വെല്ലുവിളി. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിലുള്ള പ്രാഥമികമായും അത് നിയന്ത്രണ വിധേയമാണ്, അവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫയർഫോഴ്സിന് തീ അണക്കാനുള്ള ശ്രമം നടക്കുന്നു. ഏതായാലും അത് വൈകാതെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കൂടുതൽ ഭാഗത്തേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. അതിനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പുക വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട്. അത്രയും വലിയ കെട്ടിടമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നാണ് ഈ തീപിടുത്തമുണ്ടായത്. വലിയ തോതിൽ തന്നെ പുക ഉയരുന്നുണ്ട്. നിയന്ത്രണ വിധേയമാണ് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉൾപ്പെടെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കാരണം, നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ തീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫയർഫോഴ്സ് അംഗങ്ങളിൽ നിന്നും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെയാണ് നമുക്കിനി വ്യക്തമാകേണ്ടത്. അതുടനെ തന്നെ ആ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.